ഹലോ ഹായ്, എത്രയേറെ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് കേട്ടോ. ഐസക് ന്യൂട്ടൻ 1642 ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമവും ശാസ്ത്ര വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളായി കണക്കാക്കപ്പെടുന്നു. 1642 ഡിസംബർ 25-നാണ് ഐസക് ന്യൂട്ടൻ ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. എന്നാൽ ഐസക് ജനിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചു. മുത്തശ്ശിയാണ് ന്യൂട്ടനെ വളർത്തിയത്. 1661 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ചേർന്നു. അവിടെ യൂറോപ്പിൽ നിന്നും പുറത്തു വരുന്ന പുതിയ ശാസ്ത്ര ആശയങ്ങളിൽ അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചു. നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ സമ്മാനിച്ച മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ഐസക് ന്യൂട്ടൻ. ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. ഗുരുത്വാകർഷണ ചലന നിയമങ്ങൾ, പ്രകാശത്തെയും നിറങ്ങളെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ എന്നിവയ്ക്ക് പുറമെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ വളർത്തിയെടുക്കുന്നതിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുക്കുന്നത് ഐസക് ന്യൂട്ടനെയാണ്. 1642 ഇംഗ്ലണ്ടിലെ ഫോർവൂർ എന്ന സ്ഥലത്ത് ഐസക് ന്യൂട്ടൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ജനിച്ചു. കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം. 12-ാം വയസ്സിലാണ് സ്കൂളിൽ ചേർന്നത്. പഠിക്കാൻ മിടുക്കനൊന്നുമായിരുന്നില്ല ന്യൂട്ടൻ. സ്കൂളുകളിൽ യാന്ത്രിക മോഡലുകൾ ഉണ്ടാക്കുന്നതിന് ന്യൂട്ടൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൺഡിയാൽ, വാട്ടർ ക്ലോക്ക്, 4 ചക്രവാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ സ്കൂൾ പഠനകാലത്ത് ന്യൂട്ടൻ ഉണ്ടാക്കി. തൻ്റെ 15-ാമത്തെ വയസ്സിൽ വീണ്ടും പഠനം നിർത്തേണ്ടി വന്നു. അമ്മയുടെ 2ാം ഭർത്താവിൻ്റെ മരണത്തോടുകൂടി അവരുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ ന്യൂട്ടൻ നിർബന്ധിതനായി. കൃഷിയിൽ താൽപ്പര്യമില്ലായിരുന്ന ന്യൂട്ടൻ്റെ ഇഷ്ടവിഷയങ്ങൾ ഗണിതവും ശാസ്ത്രവുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ന്യൂട്ടൻ്റെ അമ്മാവൻ കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർത്തു. കാംബ്രിഡ്ജ് പഠനകാലത്ത് അവിടെ നിന്ന് പ്രകാശത്തെക്കുറിച്ച് ക്ലെപ്പർ എഴുതിയ പുസ്തകം വായിക്കാനിടയായി. ഡെസ്കാർട്സിൻ്റെ ജിയോമെട്രി ന്യൂട്ടനെ വളരെയധികം സ്വാധീനിച്ചു. ഗണിതശാസ്ത്രത്തിലായിരുന്നു ന്യൂട്ടൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡോക്ടർ ആരോ ബാരോ ആയിരുന്നു ന്യൂട്ടൻ്റെ ഗുരു. 1665 ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ഈ വർഷം തന്നെയാണ് പ്രശസ്തമായ ബൈനോമൽ തിയറം കണ്ടെത്തിയത്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖയുടെ പ്രാരംഭം കുറിച്ചതും. 1665 കുപ്രസിദ്ധമായ പ്ലാഗ് മൂലം കോളേജുകളെല്ലാം അടച്ചപ്പോൾ വീണ്ടും അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അവിടെ വെച്ചാണ് ആപ്പിൾ വീഴുന്നതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. 1665 ആപ്പിൾ മരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ട് എന്തുകൊണ്ടാണ് ആപ്പിൾ മുകളിലേക്ക് പോകാത്തത് എന്ന് വിചാരിച്ച ന്യൂട്ടൻ്റെ ചിന്തയാണ് 22 വർഷങ്ങൾക്ക് ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തു വന്നത്. ആപ്പിൾ ഭൂമിയിലേക്ക് ആകർഷിക്കുന്ന അതേ നിയമം തന്നെയാണ് ചന്ദ്രനെയും ഗ്രഹങ്ങളെയും അവയുടെ നിശ്ചിത വഴിയിൽ കറങ്ങാൻ സഹായിക്കുന്നത് എന്നും ന്യൂട്ടൻ മനസ്സിലാക്കി. മുൻഗാമികളായ കോപ്പർനിക്കസും ക്ലെപ്പറുമൊക്കെ ന്യൂട്ടൻ്റെ ശാസ്ത്രീയ നിയമങ്ങൾക്ക് സ്വാധീനം ചെലുത്തി. അവരുടെ ചിന്തകൾ അംഗീകരിക്കുകയും പുതിയ കണ്ടെത്തലുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ ക്ലെപ്പറും ചലന നിയമങ്ങൾ ആവിഷ്കരിക്കാൻ ഗലീലിയോയുമാണ് ന്യൂട്ടന് പ്രചോദനമായത്. 15 വർഷം കൊണ്ടാണ് ന്യൂട്ടൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത്. ഗുരുത്വാകർഷണം എന്ന തത്വം കണ്ടുപിടിച്ചതു മുതൽ ന്യൂട്ടൻ ശാസ്ത്രലോകത്തിൽ പണ്ഡിതനായി മാറി. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് പോലെ പ്രപഞ്ചത്തിലെ മഹാഗോളങ്ങളായ സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്ന് ന്യൂട്ടൻ കണ്ടെത്തി. ഗ്രാവിറ്റേഷൻ എന്നറിയപ്പെടുന്ന ആകർഷണ ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ബഹിരാകാശ യാത്രകൾക്ക് മനുഷ്യനെ ശക്തമാക്കിയത്. ഈ ഗുരുത്വാകർഷണ സിദ്ധാന്തപ്രകാരം പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും സകല മഹാഗോളങ്ങളും പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്ന് ഐസക് ന്യൂട്ടൻ സ്ഥാപിച്ചു. അതുമൂലം ന്യൂട്ടൻ ഊർജതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. 3 നിയമങ്ങൾ അനുസരിച്ചാണ് എല്ലാ വസ്തുക്കളും ചലിക്കുന്നതെന്ന് ന്യൂട്ടൻ മനസ്സിലാക്കി. ഇവയാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായത്. 1687
ഗുരുത്വാകർഷണ സിദ്ധാന്തം, ചലന നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ ഫിലോസഫി നാച്ചുറൽ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധപ്പെടുത്തി. പ്രകാശത്തെക്കുറിച്ചുള്ള ന്യൂട്ടന്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു. ഒരു പ്രിസത്തിൽ കൂടി സൂര്യപ്രകാശം കടത്തിവിട്ടാൽ അത് വെള്ള മുതൽ ചുവപ്പ് വരെ 7 നിറമായി വേർതിരിയുന്നു എന്നും ഇവയെ തിരിച്ചു വെച്ചാൽ മറ്റൊരു പ്രിസത്തിൽ കൂടി വിട്ടാൽ കൂടിച്ചേർന്ന് വീണ്ടും വെളുത്ത പ്രകാശമായി മാറുന്നു എന്നും 7 നിറങ്ങൾ സൃഷ്ടിക്കുകയല്ല പകരം വേർതിരിക്കുകയാണ് ചെയ്യുന്നതെന്നും പരീക്ഷണം തെളിയിച്ചു. 1705 ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തെ സർ എന്ന സ്ഥാനം നൽകി ആദരിച്ചു. 1725 മുതൽ തികച്ചും രോഗബാധിതനായ ന്യൂട്ടൻ തൻ്റെ 85-ാം വയസ്സിൽ 1627 മാർച്ച് 20-ാം തീയതി ഇംഗ്ലണ്ടിൽ വെച്ച് അന്തരിച്ചു. മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യവുമായ രത്നം, ലോകം കണ്ട വലിയ പ്രതിഭാശാലികളിൽ ഒരാൾ എന്ന് സർ ഐസക് ന്യൂട്ടൻ്റെ ശവകുടീരത്തിന് മേൽ കൊത്തിവെച്ചതാണ് ഈ വാക്കുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.